ഐശ്വര്യ. ഹലോ. ഹായ് ചേട്ടാ, നമസ്കാരം. നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. ടു ഇൻഡിവിജ്വൽസ് ആണ്. പക്ഷെ കാലിഗ്രാഫിയാണ് നിങ്ങളെ ഒന്നിച്ചിപ്പോ ഇവിടെ എത്തിച്ചത്. ഓക്കെ, എവിടുന്നാ വരുന്നത് ഐശ്വര്യ? പാലക്കാട്. ഭയങ്കര സീരിയസ് എന്താ, എഴുതുന്ന ആളായതുകൊണ്ടാണോ? അല്ല, ആദ്യമായിട്ടാണോ ഒരു ഫ്ലോറിൽ? ഫസ്റ്റ് ടൈം ആണ് ഫ്ലോറിൽ വരുന്നത്. ശരി. ചേട്ടന്റെ സ്ഥലം? ഞാൻ ശ്യാമളൻ ചളിക്കവട്ടം. എറണാകുളം വൈറ്റിലേക്ക് അടുത്ത് ചളിക്കവട്ടം എന്ന് പറയും. ആണ്. ഓക്കെ. ഈ കാലിഗ്രാഫി എന്ന് പറയുന്നത് വളരെയധികം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണെന്നുള്ളത് അറിയാം. എങ്ങനെയാണ് ഇത്? കാലിഗ്രാഫി പഠിച്ചതാണോ അതോ എങ്ങനെയാണ് അത്? ഗോഡ് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഗോഡ് ഗിഫ്റ്റഡ് ആണ്. ഓക്കെ, സൂപ്പർ. ശരി. ആൻഡ് ഐശ്വര്യ? പഠിച്ചതല്ല, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ. ഓക്കെ, എത്ര വർഷമായി ഇത് എഴുതുന്നു? 2020 ഫസ്റ്റ് നാഷണൽ റെക്കോർഡ് കിട്ടിയത്. നാഷണൽ റെക്കോർഡ് അതെന്തിനാ കിട്ടിയ റെക്കോർഡ്? ഏറ്റവും കൂടുതൽ ഹാൻഡ് റൈറ്റിംഗ് സ്റ്റൈൽസിൽ ഒരു സെന്റൻസ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഡിഫറെന്റ് ഹാൻഡ് റൈറ്റിംഗ് സ്റ്റൈൽസിൽ എഴുതിയതിനാണ്. എത്ര എണ്ണം ഉണ്ടായിരുന്നു അത്? ഫസ്റ്റ് നാഷണൽ റെക്കോർഡും പിന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും 30 സ്റ്റൈൽസിനാണ് കിട്ടിയത്. 30 സ്റ്റൈൽസിൽ എഴുതിയാനാണ് കിട്ടിയത്. പിന്നെ ട്രിംഫ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഈ സെയിം? അത് 150 സ്റ്റൈൽസ് എഴുതിയത്. 150 സ്റ്റൈൽസ്. ഞാൻ നോക്കുന്നു കൂടി 150. ഓക്കെ, പിന്നെ ഉണ്ടോ അതിൽ നിന്ന് കൂടിയിട്ടുണ്ടോ? അതിപ്പോ കറന്റ് 150. സൂപ്പർ, അടിപൊളി കേട്ടോ. നമ്മുടെ ക്യാരക്ടറായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. എന്താ ക്യാരക്ടറിനെ അറിയാൻ വേണ്ടി? അല്ല, അങ്ങനെയുണ്ട്. നമ്മുടെ ഈ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയിട്ട് നമ്മുടെ ക്യാരക്ടർ അനലൈസ് ചെയ്യാൻ പറ്റും. അത് ചെറിയ പ്രായത്തിലല്ലേ അത് നോക്കിയിട്ട്? അല്ല, മുതിർന്ന പല ആളുകളുടെയും കള്ളത്തനങ്ങൾ വരെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. പ്രസാദിനെ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? നമ്മൾ എന്തായിരിക്കും? ഇല്ല, എനിക്കറിയില്ല. ഇല്ല, പോലീസുകാർക്കേ അറിയുള്ളൂ. അപ്പൊ ചേട്ടന് എങ്ങനെയാണ് ഇതുപോലെ പല പിന്നെ സ്റ്റൈലുകളുണ്ടോ അതോ? ഇല്ല, ഒരു സ്റ്റൈലാണ്, ഒറ്റ സ്റ്റൈലേ ഉള്ളൂ. ഓക്കെ. ചേട്ടൻ എത്ര വർഷമായി? ഞാൻ 4 പഠിക്കുമ്പോൾ തുടങ്ങിയതാണ്. 4th പഠിക്കുമ്പോൾ തുടങ്ങിയതാണോ? അമ്മ പറയുമായിരുന്നു മലയാളം ഉരുട്ടി എഴുതാൻ പറയുമായിരുന്നു. അങ്ങനെ ഉരുട്ടി എഴുതി ഇതുപോലെ ആണ്. ഓക്കെ. അപ്പൊ ചേട്ടൻ ഇതുപോലെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ? 4 നാഷണൽ റെക്കോർഡുണ്ട്, 3 വേൾഡ് റെക്കോർഡുണ്ട്. അതെന്തിനാ കിട്ടിയ റെക്കോർഡ്? റൈറ്റിംഗ് തന്നെയാണ്. റൈറ്റിംഗ് ഒറ്റ ഈ റൈറ്റിംഗ് ടൈം 1 മണിക്കൂർ വെച്ചിട്ട് 1 മണിക്കൂർ ഇങ്ങനെ എഴുതി. ഓക്കെ, വെറുതെ ഒരു കൗതുകത്തോടെ ചോദിക്കുന്നതാണ്. 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തുടങ്ങിയതാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? അപ്പം 60 വയസ്സായി എനിക്ക്. ഞാൻ റിട്ടയർഡ് ഡൽഹി പോലീസ് ഓഫീസറാണ്. അപ്പൊ ഒരു പോലീസുകാരനെ നമുക്ക് കിട്ടി. പ്രസാദ് ഏട്ടാ, ഈ പറഞ്ഞതിൽ കാര്യമുണ്ടോ? ഉണ്ട്. തമ്മിൽ തൊഴിലാളുണ്ട്. സോറി, ഞാൻ തമ്മിൽ തൊഴിലാളുണ്ട്. ഇത് ചെയ്യുന്ന ആളുണ്ട്. തമ്മിലൊക്കെ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയിട്ട് പറയുന്ന ആളുണ്ട്. അടിപൊളി. പോയിട്ട് ചെയ്യാറുണ്ട്. എനിക്കൊരു പണി തരാൻ വേണ്ടിയാണ് ആദർശ ചോദിച്ചത്. പക്ഷെ അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞതെന്നുള്ളത്. അതുകൊണ്ട് ഓർമ്മ ശരിയാണ്. വേണുഗോപാൽ എന്നൊരു പേരൊന്നും അദ്ദേഹത്തിന്റെ. വേണുഗോപാൽ എന്നാണ് പേരെന്ന്. ശരി. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് നിങ്ങളുടെ ആ ഒരു എഴുത്ത് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. നമുക്ക് ആ പെർഫോമൻസ് കാണാം. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഇപ്പൊ നമുക്ക് ഐശ്വര്യയിൽ നിന്ന് തുടങ്ങാം. ഒരു സെന്റൻസ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തപ്പോൾ ലൈക്ക് എന്താ പറയുക, കോമഡി മാസ്റ്റർ ഇസ് ദി ബെസ്റ്റ് ഷോ, അങ്ങനെ ഒരു സാധനം പറഞ്ഞ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, കുഴപ്പമില്ല. ശരി, അപ്പൊ ആ ഒരു ഇതില് നമുക്ക് കാണാം. ഓക്കെ, യാ, സ്റ്റാർട്ട്. ഇപ്പൊ ഒരെണ്ണം മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതിന് പല ഡിഫറെന്റ് സ്റ്റൈലിൽ എഴുതും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ എഴുതിക്കൊണ്ടിരുന്നോ. മീൻ വൈൽ ഞങ്ങൾ ഇവിടെ ഇതും ബാക്ക് ടു ബാക്ക് ചെയ്യാം. ഓക്കെ, ശരി. അപ്പൊ സാറിനെ എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത്? സാർ എങ്ങനെ സ്വന്തമായിട്ട് എഴുതുവാണോ അതോ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യണോ? ഞാൻ സ്വന്തമായിട്ട് എഴുതിക്കോളാം. സ്വന്തമായിട്ട് പേര് പറഞ്ഞാൽ മതി. പേരുകളാണ് നിങ്ങൾ പറയുന്ന പേര് ഞാൻ എഴുതും. മലയാളം ഓർ ഇംഗ്ലീഷ്? ഇംഗ്ലീഷ്. അപ്പൊ നെയിംസ് ആണ് ഇവിടെ സാറിന് നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ശരി, എന്റെ പേരിൽ ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. അപ്പൊ എന്തായാലും ഇവിടെ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നീളമുള്ള പേരുകളാണ് ഭംഗി കൂടുതലാണ്. അതുകൊണ്ട് എന്റെ സ്പെല്ലിങ്ങിൽ 2 E ഒന്നും ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും എലീന നല്ല അടിപൊളിയായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു, എങ്ങനെയുണ്ട് മാസ്റ്റേഴ്സ്? നല്ല രസമല്ലേ? ഒരു നീളം പേര് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ സാർ നല്ല അടിപൊളിയായിട്ട് എഴുതി കാണിക്കും. സാഗർ ഏലിയാസ് ജാക്കി. റീലോഡഡ്. ബാക്കി ഞാൻ ഇട്ടോളാം.
നിങ്ങളെങ്കിലും ആരെങ്കിലും ഇപ്പോഴത്തെ ഒരു ഇത് കണ്ടതാണ് ഈ കല്യാണക്കുറി അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ എഴുതാൻ പറഞ്ഞ് വന്നിട്ടുണ്ടോ? എന്റെ മകന്റെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. ആണോ? മലയാളത്തിൽ എഴുതി കൊടുക്കും. ആണ്. അടിപൊളി അടിപൊളി. ദേ ഇത് നോക്കിക്കേ, നിങ്ങൾ പറഞ്ഞ സാഗർ എലിയാസ് ജാക്കി. ഒരു കൈയ്യടി കൊടുക്കാം പ്ലീസ്. ഗംഭീരായിട്ടുണ്ട്. രസൊക്കെ വയലിൻ മറ്റേ കോഡ് പോലെ ഭാഷ ആ ജയിന്റെ അവിടെ ഒരു ചെറിയ ഹാർട്ട് പോലെയും ഒക്കെ ഉണ്ട്. നൊട്ടേഷൻ പോലെ ഉണ്ട് അല്ലേ? ഐശ്വര്യ ഇറ്റ്സ് ഓക്കെ വി ആർ ഡൺ. കാരണം എനിക്കറിയാം ഇനിയും പറഞ്ഞ അങ്ങ് എഴുതിക്കൊണ്ടിരിക്കുന്നറിയാം. ഇപ്പൊ എത്ര എണ്ണം എഴുതിയിട്ടുണ്ട് ഞാൻ നോക്കട്ടെ. 12 എണ്ണം എഴുതിയിട്ടുണ്ട്. 12 സ്റ്റൈലാണോ? ആ 12 സ്റ്റൈൽ. അത് നിങ്ങൾക്ക് ഇവിടെ വന്നാലേ കാണാൻ പറ്റുള്ളൂ. പ്രസാദേട്ടൻ ഇത് കണ്ടിട്ട് ഓരോരുത്തരുടെ ക്യാരക്ടർ പറയാൻ പറ്റുമോ? 12 ക്യാരക്ടർ. നോ ഐഡിയ. എങ്ങനെയുണ്ട്? രസകരമായിട്ടില്ലേ? ആ വിപിൻ ചേട്ടൻ തുടങ്ങിയിരിക്കുകയാണ്. വിപിൻ സാറ് മാർക്കിടാൻ പോണു. കുട്ടികളെ ഒരു ടീച്ചർ ഇവിടെ നിൽക്കാണ്. എനിക്ക് പക്ഷേ ഞാൻ ഇനി നിങ്ങൾ ആരും കാണാത്ത ഒരു കഴിവ് ഞാൻ കാണിച്ചു തരട്ടെ. എനിക്ക് ഇതുപോലെ പറ്റും. ഞാൻ റൈറ്റ് ഹാൻഡർ ആണ്, പക്ഷെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എഴുതി അത് മിറർ എഫക്റ്റ് ആവും. ഓ മൈ ഗോഡ്, ഞാൻ ഇതുവരെ വേണ്ട വേണ്ട എന്ന് വെച്ചോണ്ടിരുന്ന സാധനം. പക്ഷെ നിങ്ങൾ മിററിൽ പോയി നോക്കാവുള്ളൂ. ഇത് ലെഫ്റ്റ്, ഞാൻ റൈറ്റ് ഹാൻഡർ ആണ്. ഇതാ ഇത് പക്ഷെ മിറർ ഉണ്ടെങ്കിലേ കാണാൻ പറ്റും. അയ്യോ ഇതേ ആങ്കറെ വന്നിട്ട് ഞാൻ എല്ലാരെയും ഞെട്ടിച്ചോലായല്ലോ. കോമഡി മാസ്റ്റേഴ്സ്. അത് ലെഫ്റ്റ് ഹാൻഡ്. ഐശ്വര്യ 12 എണ്ണം എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചാണ്. 12 ഡിഫറെന്റ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണ്. നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ സൈഡിൽ എന്താണ് കുത്തും കോമയും? അത് ഇവൻ എഴുതിയത്. അത് ഞാൻ എഴുതി. 5 എണ്ണം വരെ പോയിട്ടുണ്ട്. ഇനിയും പോകും എന്റെ. പണ്ട് അതെ നെല്ല് ഉണക്കാനിടുമ്പോ കോഴി ചിക്കിയിട്ട് പോകും. അതിന്റെ അപ്പുറത്തെ സൈഡിൽ കാക്കയും ചിക്കിയിട്ട് പോകും. ഏതാണ് ഞാൻ കോഴിയുടെ കാക്കയുടെ കൺഫ്യൂഷൻ ആയില്ല. അത് നീ ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ പോലെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും വിപിൻ ചേട്ടൻ നമ്മൾ ഓൾറെഡി അവാർഡ് കൊടുത്ത് വിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഐശ്വര്യ. എങ്ങനെ ഉണ്ടായിരുന്നു ഐശ്വര്യയുടെ ആ ഒരു റൈറ്റിങ്ങും സ്കില്ലും കാര്യങ്ങളും? ഇല്ല, ഇത് 12 എണ്ണം 12 പേര് എഴുതിയ പോലെ ഉണ്ട്. അത് ഒരാളെ കൊണ്ട് ടൈപ്പ് എഴുതാൻ ചെയ്തു. അതെ, ഇവിടെ വെറും 12 നമ്മൾ കണ്ടുള്ളൂ. 30 തുടങ്ങി പിന്നെ അവസാനം അത് 150 വരെ എത്തിച്ച് നിൽക്കുകയാണ് ഐശ്വര്യ. ഇനിയും ട്രൈ ചെയ്യുക, റെക്കോർഡുകൾ കൂടട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. അതുപോലെ തന്നെ സാറിന്റെ ആ ഒരു ഇംഗ്ലീഷ് റൈറ്റിങ്ങിനെ പറ്റി എന്താണ് പറയാനുള്ളത് മാസ്റ്റേഴ്സ്? ഞങ്ങള് നാട്ടുകാരാണ് കേട്ടോ. ഞങ്ങളെ അയൽവാസികളാണ്. ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് അവിടെ ഉള്ള കാര്യം ഇപ്പോഴെങ്കിലും അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇതൊരു ഡൈങ് ആർട്ടാണ് മാഡം. ഇപ്പൊ ഇത് ആരും ഉപയോഗിക്കുന്നില്ല, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരും കമ്പ്യൂട്ടറിലും ഒക്കെയാണ് ചെയ്യുന്നത്. ഞാൻ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഫ്രീ ആയിട്ട് ഗ്രൂപ്പ് ക്ലാസ് എടുക്കാൻ ശ്രമിക്കും. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാൻഡ് റൈറ്റിംഗ് ഈ വെക്കേഷൻ ടൈമിൽ ഞാൻ ഗ്രൂപ്പ് ക്ലാസ് വെച്ചിട്ടുണ്ട്.